ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തെർമൽ പവർ പ്ലാന്റിന്റെ വർക്കിങ്ങും അതിന്റെ ഡയഗ്രാമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഡയഗ്രാമാണ് നമുക്ക് തെർമൽ പവർ പ്ലാന്റിനായിട്ട് വരുന്നത്. ഫസ്റ്റ് ഇത് പറയുന്നതിന് മുമ്പ് റഫായിട്ട് എങ്ങനെയാണ് ഈ തെർമൽ പവർ പ്ലാന്റിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഫസ്റ്റ് റഫായിട്ട് എന്ന് പറയാണ്. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു കോൾ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആണ്. ഈ കോൾ ഹാൻഡ്ലിംഗ് യൂണിറ്റിലാണ് എന്തെന്നിരിക്കുന്നത് നമ്മുടെ ഫ്യൂവൽ ഇരിക്കണം. ഈ ഫ്യൂവലിനെ ക്രഷ് ചെയ്ത് നമ്മൾ നേരെ ബോയിലറിലോട്ട് വിടും. ഈ ബോയിലറിലാണ് എന്തെന്ന് നമ്മൾ വാട്ടറിനെ സ്റ്റീം ആക്കുന്നത് ബോയിലറിലാണ്. ഈ സ്റ്റീമിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കണക്ട് ചെയ്തിട്ട് ഒരു ടർബൈനിലോട്ട് വിടും. ടർബൈനാണ് എന്തെന്ന് ചെയ്യണം, ഈ സ്റ്റീം ഇവിടെ നിന്ന് വരുന്ന സ്റ്റീം കാരണം റൊട്ടേറ്റ് ചെയ്യുന്നത് ടർബൈനാണ്. ഈ ടർബൈനിനെ ഒരു ഓൾട്ടർനേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഈ ഓൾട്ടർനേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന കാരണത്താൽ ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. അങ്ങനെ നമുക്കൊരു 3 ഫേസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയിട്ട് നമ്മൾ ലൈനിലോട്ട് കയറ്റി വിടും. ഇത് RYB ആണെങ്കിൽ ലൈനിലോട്ട് കയറ്റി വിടും. ഇനി അടുത്ത് ഇവിടെ സ്റ്റീം വെച്ചല്ലേ ഈ ടർബൈൻ കിടക്കണം. അപ്പോൾ ഈ സ്റ്റീമിൽ വാട്ടർ കാണുമല്ലോ, ഈ വാട്ടർ കണ്ടൻസ് ചെയ്തിട്ട് ഒരു ഫീഡ് വാട്ടർ സിസ്റ്റത്തിലോട്ട് പോകും. ഈ ഫീഡ് വാട്ടർ സിസ്റ്റത്തിൽ നിന്ന് വീണ്ടും ബോയിലറിലോട്ട് വാട്ടർ പോകും. അതായത് ഇവിടെ ഒരു സർക്കുലേഷൻ നടക്കും. അതായത് വാട്ടർ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് സ്റ്റീമായി ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റീം കണ്ടൻസ് ചെയ്ത് വീണ്ടും ഫീഡ് വാട്ടർ സിസ്റ്റത്തിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ബോയിലറിലോട്ട് പോകും. വെള്ളത്തിന് വേറെ ആവശ്യമുണ്ടെങ്കിൽ വേറൊരു സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കും. ഇതാണ് മെയിൻ ആയിട്ടുള്ള വർക്കിംഗ്. സോ ഇനി നമുക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. ഡയഗ്രത്തിൽ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്കാം. നേരത്തെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിരുന്ന എൻ്റെ വർക്കിംഗ്, ഇനി നമ്മൾ ഡയഗ്രാമിൽ എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയിലറിൽ വെക്കാനുള്ള ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് കോൾഡ് സ്റ്റോറേജ്. അടുത്ത് വരുന്നത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ്. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ ബ്ലോക്ക് ആയിട്ടുള്ള ഫ്യൂവൽ ആയിരിക്കും. ഇതിനെ ഇവിടെ വന്നിട്ട് ക്രഷ് ചെയ്ത് പാർട്സ് ആക്കി ക്രഷ് ചെയ്യണ അതിനെയാണ് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതെന്ന് പറയുന്നത് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോയിലറിൽ ബാക്കി വരുന്ന മറ്റേ ഇതുണ്ടല്ലോ, ഫ്യൂവൽ കത്തിക്കഴിഞ്ഞ് വരുന്ന ചാരം, അത് ഹാൻഡിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്. പിന്നെ അടുത്ത് പറഞ്ഞ ആഷ് സ്റ്റോറേജ്, അതായത് ഈ വരുന്ന ചാരം എല്ലാം കൂടി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ആഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പാർട്ടിനെ പറ്റി പറയാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള പാർട്ട്. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. ഈ പാർട്ടാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ബോയിലർ ഉണ്ട്. ഈ ബോയിലറിലാണ് നമ്മൾ ഇവിടെ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് ഇരിക്കുന്ന കോളെല്ലാം ക്രഷ് ചെയ്ത് ഈ ബോയിലറിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബോയിലറിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വാട്ടർ ഉണ്ട്. ഈ വാട്ടറിനെ ഈ ബോയിലറിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ആവും? സ്റ്റീം പ്രൊഡ്യൂസ് ആവും. അതായത് വെള്ളത്തിനെ ആ ബോയിലറിനകത്ത് കൊണ്ടുവന്നിട്ട് ചൂടാക്കുന്ന സമയത്ത് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ആവും. ഈ സ്റ്റീമിനെ സൂപ്പർ ഹീറ്ററിലോട്ട് കൊണ്ടുപോകും. സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീം വരുന്ന സമയത്ത് അതിൽ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അതായത് ഭയങ്കര വെറ്റായിരിക്കും നമുക്ക് വരുന്ന സ്റ്റീം.
അത് സൂപ്പർ ഹീറ്ററിലോട്ട് എത്തുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ സൂപ്പർ ഹീറ്റർ കൂടുതൽ ഹീറ്റ് കൊടുത്തിട്ട് അതിനെ ഡ്രൈ ആക്കി എടുക്കും. ആ ഒരു സ്റ്റീമിനെ ഡ്രൈ ആക്കി എടുക്കും. ഈ സൂപ്പർ ഹീറ്ററിൽ നിന്ന് നേരെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്റ്റീമിനെ നേരെ ഒരു വാൾവിലോട്ട് കൊണ്ടുപോകും. ഈ വാൾവാണ് എത്ര പ്രഷറിൽ ടർബൈൻ കറക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ വാൾവ് വെച്ച് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റീമിനെ നേരെ കൊണ്ടുവന്ന് ടർബൈനിലെത്തിക്കും. ടർബൈനിലാണ് എന്ത് പറ്റുന്നത്? ടർബൈനിലാണ് നമ്മളെ ലീഫ് ഉണ്ട്. ആ ലീഫ് ഈ സ്റ്റീം കാരണം കറങ്ങാൻ തുടങ്ങും. കറങ്ങാൻ തുടങ്ങുന്ന കാരണം ഈ ടർബൈനിൽ ഒരു ഓൾട്ടർനേറ്റർ അറ്റാച്ച് ചെയ്തിട്ട് കപ്പിൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടർബൈൻ കറങ്ങുമ്പോൾ തന്നെ ഈ ഓൾട്ടർനേറ്റർ കറങ്ങാൻ തുടങ്ങും. ഈ ഓൾട്ടർനേറ്റർ കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയി ബസ്സിലോട്ട് കൊടുക്കും. വേറെ പ്രിൻസിപ്പിളൊന്നുമല്ല. നമ്മളിപ്പം ഒരു സൈക്കിളിൽ നമ്മൾ ഡൈനാമോ ഫിറ്റ് ചെയ്യൂല. ഇപ്പം സൈക്കിളിന്റെ വീലാണ് അവിടുത്തെ ടർബൈൻ, ഡൈനാമോ ആണ് അവിടുത്തെ ആൾട്ടർനേറ്റർ. അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ. അടുത്തിവിടെ അല്ലാതെ വേറെ കുറച്ച് ടേംസ് ആണ്. അതായത് എക്കണോമൈസർ, എയർ പ്രീഹീറ്റ്. ഇതിന്റെ ഫംഗ്ഷൻ ഫസ്റ്റ് നമുക്ക് എക്കണോമൈസർ എന്താണ്? എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ സൂപ്പർ ഹീറ്ററിൽ കൂടി കടന്നു പോകുന്ന സ്റ്റീമിൽ നിന്ന് കുറച്ച് ഗ്യാസ് എസ്കേപ്പ് ആവും. അതായത് ഫ്ലൂ ഗ്യാസസ് എസ്കേപ്പ് ആവും. ഈ എസ്കേപ്പ് ആവണത് ഗ്യാസ് എന്ന് പറയണത് നല്ല ചൂടുള്ള ഗ്യാസ് ആയിരിക്കും എസ്കേപ്പ് ആവണം. അപ്പം ഈ ചൂടുള്ള ഗ്യാസ് എസ്കേപ്പ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന്റെ എഫിഷ്യൻസി കുറയും. അത് ആ എഫിഷ്യൻസി കുറയാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു എക്കണോമൈസർ ഉപയോഗിക്കും. എക്കണോമൈസറിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, എക്കണോമൈസറിലോട്ട് നമ്മൾ കുറച്ച് ഫീഡ് വാട്ടർ കൊടുക്കും. അതായത് ഇവിടെ കിടക്കുന്ന ഈ റിവറിൽ നിന്നും ഈ കൂളിംഗ് ടവറിൽ നിന്നൊക്കെ വരുന്ന വെള്ളം എക്കണോമൈസറിലോട്ട് കൊടുക്കും. ഈ എക്കണോമൈസറിലോട്ട് പോണ ഈ ഫ്ലൂ ഗ്യാസസ് എക്കണോമൈസറിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ വെള്ളം ഇരിപ്പുണ്ട്. ഈ വെള്ളം എന്ത് ചെയ്യും? ഹീറ്റ് ആവുന്ന സമയത്ത് ഈ വെള്ളം സ്റ്റീമായിട്ട് തിരിച്ച് വീണ്ടും ബോയിലറിലോട്ട് തന്നെ പോകും. അപ്പോൾ എക്കണോമൈസറിന്റെ ഉപയോഗം എന്താണ്? അപ്പോൾ ഈ ബോയിലറിലോട്ട് പോകണോണ്ട് നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവലിന്റെ എണ്ണം കുറയ്ക്കാം. അതായത് ഇവിടെ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂവലിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എയർ പ്രീ ഹീറ്റർ. എയർ പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഈ എക്കണോമൈസറിനെയും എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഫ്ലൂ ഗ്യാസസിനെ നമ്മളൊരു ഡ്രോട്ട് ഫാൻ വെച്ച് ഫോഴ്സ് ചെയ്ത് ഈ ഇതുവഴി തിരിച്ച് വീണ്ടും ബോയിലറിലോട്ട് വരും. അപ്പോൾ വീണ്ടും എഫിഷ്യൻസി കൂടുകയാണ്. ഇനി അത് കഴിഞ്ഞ് വരുന്നത് ചിമ്മിനി. അതായത് ബാക്കി ഇതുവഴി നേരെ ചെന്ന് ബാക്കി വരുന്ന എയർ നേരെ ഇതുവഴി ചെന്ന് ചിമ്മിനി വഴി പുറത്തോട്ട് പോകും. പിന്നെ അടുത്ത് ഇവിടെ മെയിൻ പറയാനുള്ളത് ഈ ഇരിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ, ഇത് ഐസൊലേറ്റർ, അത് പവർ സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ്. അത് കുഴപ്പമില്ല. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ പാർട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് ഇത് മാറ്റിട്ട് ഇതിന്റെ നോട്ട് ലാസ്റ്റ് പേജിൽ പോസ് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ വീഡിയോയിൽ ഇട്ടേക്കാം. കാര്യം മനസ്സിലായി എഴുതുന്നതെന്നുള്ളേ ഉള്ളൂ. സോ അടുത്ത് നമുക്ക് മൂന്നാമത്തെ പാർട്ട് നോക്കാം. അതായത് ഈ ഒരു ഫീഡ് വാട്ടർ സിസ്റ്റത്തിന്റെ പാർട്ട്. നമുക്കറിയാം സൂപ്പർ ഹീറ്ററിൽ നിന്ന് നേരെ സ്റ്റീം എന്ന് ടർബൈനിലാണ് കയറുന്നത്. അപ്പോൾ സ്റ്റീം എന്ന് പറയുന്നത് എയർ പ്ലസ് വാട്ടർ ആണ്. കുറച്ച് കഴിയുമ്പം ഈ സ്റ്റീം എക്സ്ഹോസ്റ്റ് ആവുന്ന സ്റ്റീമിനെ നേരെ തിരിച്ച് ഒരു കണ്ടൻസറിലോട്ട് കൊണ്ടുവരും. കണ്ടൻസറിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റീമിലെ വാട്ടർ കണ്ടൻസ് ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസറിലോട്ട് കൊണ്ടുവരുന്നത്. ഈ കണ്ടൻസറിൽ നിന്ന് നേരെ തിരിച്ച് വീണ്ടും ഒരു കൂളിംഗ് ടവറിൽ പോകും. കൂളിംഗ് ടവറിൽ പോയി ഈ വെള്ളം കൂളാക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും പമ്പ് ചെയ്ത് വീണ്ടും അതേ പ്രോസസ്സ് വീണ്ടും കൊണ്ടുവന്ന് ബോയിലറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും.
സോ നമ്മൾ ഇവിടെ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ കുറേ വെള്ളം ഇവാപ്പറേഷൻ വഴി ഇപ്പോൾ ഒരു 100% വെള്ളമാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ തിരിച്ച് ഈ ഒരു 100% വാട്ടറാണ് ഇതുവഴി സപ്ലൈ ഈ ബോയിലറിൽ കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് ഇതുവഴി പോയി കറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് അതൊരു 75% ആവണമെന്ന് വെച്ചോ. ഇതുവഴി കണ്ടൻസ് ചെയ്ത് തിരിച്ച് ഈ 75% കൊടുക്കും. പക്ഷെ നമുക്ക് 100% കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിവറിൽ നിന്ന് കൂടി എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കൂടി എടുത്ത് ബാക്കി 25% ഈ കൂളിംഗ് ടവർ വഴി തിരിച്ച് ഫീഡ് ചെയ്ത് ബോയിലറിലോട്ട് കൊടുക്കും. സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുത്താൽ മതി.